കർത്താവ് തൻ്റെ പദ്ധതി തന്നെ സ്നേഹിക്കുന്നവർക്ക്, എളിമയുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടേയിരിക്കും. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, പണ്ട് തൊട്ടേ കർത്താവ് അങ്ങനെയാണ്. അത് ശക്തർക്കല്ല, ബുദ്ധിമാന്മാർക്കല്ല. ഈശോ പറയുന്നത് പോലെ ഏറ്റവും നിസ്സാരരായവർക്ക് ദൈവം തൻ്റെ പദ്ധതി വെളിപ്പെടുത്തി കൊടുക്കും. അതിൻ്റെ ഒരു ഗ്ലിംസ്, ഒരു ചെറിയ കാഴ്ച അവർക്ക് സമ്മാനിക്കും. മനുഷ്യകുലത്തെ വീണ്ടെടുക്കാൻ പോകുന്ന വിലയേറിയ സ്നേഹത്തെ എന്തൊരു ചിന്തയെന്ന് നോക്കത്. കുറേയൊക്കെ നമ്മുടെ ചങ്കിലേക്ക് തുളഞ്ഞു കയറും മുനയുള്ളൊരു വാക്യം അഗസ്തീനോസ് പുണ്യാളൻ പറയുകയാണ്, മേരി ലവ്ഡ് ജൂഡസ് കാൽക്കുലേറ്റഡ്. മേരി ലവ്ഡ് ജൂഡസ് കാൽക്കുലേറ്റഡ്. മറിയം സ്നേഹിച്ചു, യൂദാസ് കണക്ക് കൂട്ടി. നമ്മൾ ഇതിനകത്ത് ഏതിൽ ഉൾപ്പെടുമെന്ന് പരിശോധിക്കണേ. മറിയം ഒരു വശത്ത് സ്നേഹിക്കുന്നു, യൂദാസ് ഇപ്പുറത്ത് കണക്ക് കൂട്ടുന്നു. കണക്ക് കൂട്ടലുകൾ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നവരുടെ ഒരു കാലത്ത് സ്നേഹിക്കുന്ന മറിയത്തെ നമുക്കിന്ന് കാണാനില്ലാതാകും. സ്നേഹമാണ് രഹസ്യത്തെ കാണുന്നത്. ലവ് പെർസീവ്സ് മിസ്റ്ററി. സ്നേഹത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാലേ മുമ്പിൽ ഇതൾ വിരിയുന്ന രഹസ്യത്തെ മനസ്സിലാക്കാൻ കഴിയും. ലവ് പെർസീവ്സ് ദ മിസ്റ്ററി ആൻഡ് ഗ്രീഡ് ബ്ലൈൻഡ്സ് ദ ഹാർട്ട്. സ്നേഹം രഹസ്യത്തെ കാണുമ്പോൾ ആർത്തി ഹൃദയത്തെ അന്ധമാക്കി കളയും. ഇന്നും അതല്ലേ സംഭവിക്കുന്നത്? ആർത്തി മൂക്കുമ്പോൾ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത്. ആർത്തി ഹൃദയത്തെ അന്ധമാക്കും, സ്നേഹത്തിന്റെ വികാരങ്ങളെ ഇല്ലാണ്ടാക്കും. യൂദാസിന് പറ്റിയത് ഈ ഗ്രീഡ്, ഈ ആർത്തി അവന്റെ ഹൃദയത്തെ അന്ധമാക്കി കളഞ്ഞു. ട്രൂ വർഷിപ്പ് ഹോൾഡ്സ് നത്തിങ് ബാക്ക്. യഥാർത്ഥമായ ആരാധന ഒന്നും മിച്ചം വെക്കുന്നില്ലെന്ന്. അവൾ ജസ്റ്റ് ഒരു കുപ്പിയിലെ തൈലം കൊണ്ടുവന്ന് അങ്ങോട്ടൊരല്പം കമത്തി ഒഴിച്ചു എന്നല്ല, അവളത് ഉടച്ചൊഴിക്കുകയാണ്. ഉടച്ചൊഴിക്കുക എന്ന് വെച്ചാൽ ട്രൂ വർഷിപ്പ്, യഥാർത്ഥമായ ആരാധന ഹോൾഡ്സ് നത്തിങ് ബാക്ക്. യഥാർത്ഥമായ ആരാധന ഒന്നും മിച്ചം വെക്കില്ല. ആൻഡ് ക്രൈസ്റ്റ് ഈസ് വർത്ത് ഫോർ എ ടോട്ടൽ സെൽഫ് ഗിവിങ്. ഒന്നും മിച്ചം വെക്കാത്തൊരു ആത്മദാനത്തിന് അർഹനാണ് മിശിഹ എന്ന് തിരിച്ചറിയണം. സ്നേഹം കൊണ്ടാണ് ആരാധന നടക്കേണ്ടതെന്ന്, അത് കേവല റിച്വലായി ചുരുങ്ങിപ്പോകേണ്ടതല്ലെന്ന് മറിയം കാണിച്ചു തരുന്നു.